ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം ഒന്ന് വായിക്കുക. 1, 2, 3. ഫിലിപ്പിയൻസ് 2, 1, 2, 3. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ. അപ്പൊ അവിടെ പറയുന്നത് അത് അവിടെ ചില കണ്ടീഷൻസ് പറയാണ്. ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാ പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ്? ഒരു കൺസോളേഷൻ ഇൻ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ എനിക്കൊരു കൺസോളേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്നേഹത്തിലൊരു കംഫർട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആത്മാവുമായിട്ടൊരു എനിക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു എഫെക്ഷനോ അല്ലെ ഒരു കൃപ, ഒരു മേഴ്സി ഉണ്ടെങ്കിൽ, അപ്പൊ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്ത്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്താണ്? നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ, ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ, ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കും. എത്ര മനസ്സ്, എത്ര അഭിപ്രായം, എത്ര ചിന്തകളുണ്ട്? ഒരേ. സോ ദ യൂണിറ്റി, ആ ഒരേ സുബോധമുള്ള വ്യക്തി എപ്പോഴും ഒരേ മനസ്സായിരിക്കും. കാരണം എന്താണ്? അവന് യേശു ക്രിസ്തുവിന്റെ മനസ്സാണ്. യേശു ക്രിസ്തു മനസ്സ് സിസ്റ്ററിലാണെങ്കിലും യേശു ക്രിസ്തുവിന്റെ മനസ്സ് എന്നിലാണെങ്കിലും യേശു ക്രിസ്തു ആയതുകൊണ്ട് നമ്മൾ ഒരേപോലെ ചിന്തിക്കും. യേശു ക്രിസ്തു എന്നിലും യേശു ക്രിസ്തു ബ്രദറിനും ആകുമ്പോൾ 2 തരത്തിലല്ല ചിന്തിക്കുക. യേശു ക്രിസ്തു ഒരേ തരത്തിലേ ചിന്തിക്കുകയുള്ളൂ. അപ്പൊ യേശു ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്ന വ്യക്തികൾ ഒരേപോലെയേ ചിന്തിക്കുക ഉള്ളൂ. ആ ഐക്യത്തിലായിരിക്കും അവർ മുന്നോട്ട് പോവുക. ജസ്റ്റ് ബീങ് ലൈക്ക് മൈൻഡഡ്. അപ്പോൾ അവരുടെ താല്പര്യങ്ങളെല്ലാം ഒന്നായിരിക്കും, ഒരേപോലെ ആയിരിക്കും. ഹാവിങ് ദ സെയിം ലവ്, പരസ്പരവും ദൈവത്തോടും ഒരേ സ്നേഹമായിരിക്കും ഉള്ളത്. ബീങ് ഓഫ് വൺ അക്കോർഡ്, ദർ ഇസ് എൻ എഗ്രിമെന്റ്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വെൻ യു പ്രേ ഇൻ വൺ അക്കോർഡ്, ഒരുമയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ദൈവം തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സഭയ്ക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് പ്രാപിക്കേണ്ടതെന്നുള്ള അവർക്ക് അതിന്റെ രഹസ്യം അറിയാം. അപ്പോൾ അവർ സഭയ്ക്ക് വേണ്ടിയും അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ഒക്കെ ചോദിക്കുന്നതെല്ലാം ഒരേ വൺ മൈൻഡ്, വൺ അക്കോർഡിലായിരിക്കും ചോദിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരേ മനസ്സിലായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. കാരണം അവരുടെ ലക്ഷ്യം ഒരേ ലക്ഷ്യമാണ്. അപ്പോൾ there is a total unity. പിന്നെ 3-ാമത്തെ വചനം പറയുന്നത് എങ്ങനെയാണ്? ലെറ്റ് നത്തിങ് ബി ഡൺ. ഇതൊന്ന് വായിക്കോ. മത്സരമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. അപ്പൊ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്? ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എന്നെ തന്നെ പുകഴ്ത്തുവാൻ വേണ്ടിയോ ആയിരിക്കരുത്. എപ്പോഴും മറ്റുള്ളവരെ എന്നേക്കാൾ ശ്രേഷ്ഠമുള്ളവരാണ് എന്ന് നമ്മൾ കരുതി വേണം നമ്മൾ പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ പിന്നെ വഴക്കും ഒരായി ഒന്നും ഉണ്ടാകുകയില്ല, ഒരു സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. അങ്ങനെ ദൈവത്തിന്റെ രാജ്യം ഇവിടെ സ്ഥാപിതമാകും. പക്ഷെ ഇന്ന് സാത്താൻ വന്നിട്ട്, സാത്താൻ നമുക്കറിയാം ലൂസിഫറിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? അവന്റെ അഹംഭാവമായിരുന്നു. ആ സ്വഭാവം, ആ ആത്മാവ് പല വ്യക്തികളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത് ഇത് എന്റെ സഭയാണ്, എന്റേതാണ്, മറ്റവരുടെയാണെന്നൊക്കെ. പക്ഷെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, മഹത്വമെല്ലാം ദൈവത്തിൻ്റെതാണ്. 4-ാമത്തെ വചനം ഒന്ന് വായിക്കോ. ലെറ്റ് ഈച്ച് ഓഫ് യു ലുക്ക്. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. അപ്പോൾ നമ്മൾ നോക്കുന്നത് മറ്റുള്ളവരുടെ താല്പര്യമാകണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സ്നേഹം തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം സംഭവിക്കുന്നത്, അവിടെ അനുസരണ ഉണ്ടാവും. ഒരേ മനസ്സ്. ഏറ്റവും കൂടുതൽ അനുസരണ ഉണ്ടായിരുന്ന വ്യക്തി ആരാണ്? യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ഹിതത്തിന് അനുസരിച്ച്, നമുക്കറിയാം ഫിലിപ്പിയറുടെ ലേഖനം വായിക്കുകയാണെങ്കിൽ കൂടുതലും ഇന്നത്തെ വചനങ്ങൾ ഫിലിപ്പിയറുടെ ലേഖനത്തിൽ നിന്നാണ്. അവിടെ അനുസരണയുടെ ഏറ്റവും വലിയ ഒരു എന്നാ പറയുന്നത്, പെർസോണിഫിക്കേഷൻ ഓഫ് ഒബീഡിയൻസ് ഈസ് ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ അനുസരണ ഒരേ മനസ്സുള്ളപ്പോൾ യേശു ക്രിസ്തു എങ്ങനെ പിതാവായ ദൈവത്തിനെ അനുസരിച്ചു, അതുപോലെ തന്നെ നമ്മളും അനുസരണയുടെ കീഴിൽ വരും. നമുക്ക് ഫിലിപ്പിയർക്ക് 2-ാമത്തെ അധ്യായം 5 ഒന്ന് വായിക്കാവോ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ഈ മനോഭാവം എന്ത് മനോഭാവമാണ്? അനുസരണയുടെ മനോഭാവം. ഞാൻ ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് ഇംഗ്ലീഷിൽ വായിക്കാം. ലെറ്റ് ദ സെയിം ആറ്റിറ്റ്യൂഡ് ആൻഡ് പർപ്പസ് ആൻഡ് ഹംബിൾ മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ലെറ്റ് ഹിം ബി യുവർ എക്സാമ്പിൾ ഇൻ ഹ്യൂമിലിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ഏതാണ്? ആറ്റിറ്റ്യൂഡ്, ഹിസ് പർപ്പസ് ആൻഡ് ഹിസ് ഹംബിൾ മൈൻഡ്. അതാണ് നമ്മൾക്ക് ഏറ്റവും ആവശ്യം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് യേശു ക്രിസ്തുവിനെ പോലെ നമ്മൾക്ക് പ്രവർത്തിക്കുവാൻ പറ്റും. 6-ാമത്തെ വചനം ഒന്ന് വായിക്കോ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടതിന് ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച്
മനുഷ്യരുടെ സദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അത് കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ആറാമത്തെ വചനം ആംപ്ലിഫൈഡ് ബൈബിൾ എന്ന് വായിക്കാം. ഇറ്റ്സ് എക്സ്പാൻസ് എ ലിറ്റിൽ മോർ. ഹു ഓൾദോ ബീയിങ് എസെൻഷ്യലി വൺ വിത്ത് ഗോഡ്, യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ കൂടെ ഒന്നായിരുന്നു. ആൻഡ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്, possessing the fullness of the attributes which make God God. ദൈവത്തെ ദൈവമാക്കുന്ന എല്ലാ സ്വഭാവങ്ങളും എല്ലാം യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്നു. ദൈവമാകുന്നതിൻ്റെ ആ കഴിവുകളും ശക്തികളും എന്താണ് ആ ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ അതെല്ലാം യേശുക്രിസ്തുവിനും ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിട്ട് പോലും did not think this equality with God was a thing to be eagerly grasped or retained. ഇതൊക്കെ ഉണ്ടായിട്ട്, ഇത്ര ഉന്നത സ്ഥാനത്തിലായിട്ട് പോലും അതെല്ലാം മുറുകെ പിടിക്കണമെന്ന് യേശുക്രിസ്തു കരുതിയില്ല. അതൊന്നും കരുതിയില്ല. കാരണം എന്താണ്? യേശുക്രിസ്തുവിനെ അറിയാം, അതിനേക്കാളൊക്കെ ഉപരി ശ്രേഷ്ഠമായത് പിതാവായ ദൈവത്തിന്റെ ഹിതം അനുസരിക്കുക എന്നാണുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മുറുകെ പിടിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ വേണ്ടാതെ ആയി കരുതേണ്ട അവസ്ഥയാണ്. കാരണം യേശു ക്രിസ്തുവിനെ നമ്മൾ അനുഗമിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ നമ്മളും പ്രവർത്തിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിന്റെ മനോഭാവം ഉണ്ടായിരുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ബട്ട് വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ മനസ്സുണ്ട്. ആ മനസ്സുള്ളത് കൊണ്ടാണ് നമുക്കറിയാം ഫിലിപ്പിയർക്കുള്ള 3-ാമത്തെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇതെല്ലാം ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ അറിവിന് വേണ്ടി. I considered all this as rubbish for the excellence of the knowledge of Jesus Christ, my Lord എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് പിതാവായ ദൈവത്തിന്റെ കൂടെ ഒരുപോലെ ഒന്നായിരുന്ന ആ യേശു ക്രിസ്തു അതെല്ലാം ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ നോട്ട് റബിഷായിട്ടല്ല, അതെല്ലാം മുറുകെ പിടിക്കാതെ മാറ്റി വെച്ചിട്ട് പിതാവിന്റെ ഹിതമനുസരിച്ച് ലോകത്തിലേക്ക് വരുവാനായിട്ട് സമ്മതിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളും അതുപോലെ തന്നെ നമ്മൾ മുറുകെ പിടിക്കുന്ന പല കാര്യങ്ങളും വിട്ടുകൊടുക്കുവാനായിട്ട് ഒരു മനസ്സ് കാണിക്കണം. അപ്പോഴാണ് പിതാവായ ദൈവത്തിന്റെ ഹിതം അനുസരിക്കുക, നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും നടക്കുക. 7-ാമത്തെ വചനം പറയുന്നുണ്ട്, ബട്ട് സ്ട്രിപ്ഡ് ഹിംസെൽഫ്. വേറെ ആൾ വന്ന് യേശു ക്രിസ്തുവിന്റെ അധികാരമോ അത് എടുത്തു കളയുകയല്ലായിരുന്നു. ഹി സ്ട്രിപ്ഡ് ഹിംസെൽഫ്. അപ്പോൾ മനസ്സാൽ അത് വേണ്ട എന്ന് വെച്ചു. മനസ്സാൽ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്തു കളയുമ്പോഴാണ് നമ്മൾ പറയുന്നത്, ദൈവമേ ഞാനിത് സറണ്ടർ ചെയ്യാന്ന്, അല്ലേ? ഹലോ, പല കാര്യങ്ങളും നമ്മൾക്ക് ഇല്ലാതെയാകുമ്പോൾ ദൈവത്തോട് പറയും, ദൈവമേ ഞാനിതെല്ലാം ദൈവത്തിന് അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അത് നമ്മൾക്ക് ഒന്നും തിരികെ കിട്ടുകയില്ല. നമ്മളുടെ എത്ര ശ്രമിച്ചാലും നമ്മൾക്ക് കിട്ടുകയില്ല എന്നറിയുമ്പോൾ പിന്നെ അത് വിട്ടുകൊടുക്കുന്നത് പോലെയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു അത് സ്വന്തം മനസ്സാൽ ആരുടെയും പ്രേരണയില്ലാതെ പിതാവായ ദൈവത്തിന്റെ ഹിതം അനുസരിക്കുവാൻ വേണ്ടിയാണ്. ഹി സ്ട്രിപ്ഡ് ഹിംസെൽഫ് എന്ന് പറയുന്നത് ഓഫ് ഓൾ പ്രിവിലേജസ് ആൻഡ് റൈറ്റ്ഫുൾ ഡിഗ്നിറ്റി. All privileges and rightful dignity, so as to assume the guise of a servant. ഒരു പൃഥ്വിനെ പോലെ അല്ലെങ്കിൽ ഒരു അടിമയെ പോലെ ആകുവാൻ വേണ്ടി. കാരണം അതുവഴി മാത്രമേ ദൈവം ഒരിക്കൽ വാഗ്ദാനം ചെയ്ത ആ രക്ഷകനായി ഈ ലോകത്തിൽ വരുവാൻ പറ്റുകയുള്ളായിരുന്നു. പിന്നെ പറയുന്നുണ്ട്, ഇൻ ദാറ്റ് ഹി ബിക്കേം ലൈക്ക് മെൻ ആൻഡ് വാസ് ബോൺ എ ഹ്യൂമൻ ബീയിങ്. നമുക്കറിയാം, വേറെ എനിക്ക് ഓർക്കുന്നില്ല എവിടെയാണ് ഒരു ദേവദാസൻ പറഞ്ഞത്. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ യേശു ക്രിസ്തു അവിടെ ഇരുന്ന് സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന്റെ കൂടെ ഇരുന്ന് പിതാവായ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ഈ ലോകത്തിൽ ജനിക്കുവാൻ ഒരു മനുഷ്യനെ പോലെ മനുഷ്യനായിട്ട് ജനിക്കുവാൻ സമ്മതം കൊടുത്തപ്പോൾ ഒരു നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. നമ്മൾ ഒരു ഉറുമ്പിന്റെ ഒരു സമൂഹമുണ്ട്. ആ ഉറുമ്പിന്റെ സമൂഹത്തിനെ രക്ഷിക്കുവാനായിട്ട് ദൈവം പറയുകയാണ്, നീ ഒന്ന് അങ്ങോട്ട് പോകണമെന്ന്. അങ്ങോട്ട് ഞാൻ മനുഷ്യനായിട്ട് പോയാൽ രക്ഷിക്കാൻ പറ്റുമോ? അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? അവരുമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരു ഉറുമ്പാകണം. ഞാനൊരു ഉറുമ്പായിട്ട് അവരുടെ മധ്യേ ജനിക്കുകയും അവരുടെ മധ്യേ ജീവിക്കുകയും വേണം. അതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞു മനസ്സിലായില്ലേ? യേശു ക്രിസ്തു ഉറുമ്പായെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ അതുപോലെയാണ് ആ ദേവദാസൻ പറയായിരുന്നത്. അപ്പൊ എന്നോട് കൽപ്പിക്കുകയാണ്, നീ ഒരു ഉറുമ്പായിട്ട് അവിടെ ജനിക്കുക, ആ ഉറുമ്പിനെ രക്ഷിക്കാനായിട്ട് നീ അവിടെ പോകണമെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ മനോഭാവം? അതുപോലെ തന്നെ. കാരണം ദൈവമാണ്. ഹി ഈസ് ഗോഡ് ഓൾമൈറ്റി. പക്ഷേ അനുസരണയായിരുന്നു ആ സ്ഥാനത്തിനേക്കാൾ
ദൈവം ശ്രേഷ്ഠമായിട്ട് കണക്കാക്കിയത്. നമ്മളും മുറുകെ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ വേണം ചിന്തിക്കുവാൻ. യേശു ക്രിസ്തുവിന് ഒരേ മനസ്സുണ്ട് എന്ന് പറയുകയാണെങ്കിൽ യേശു ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കണം. നമ്മൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറായിരിക്കണം. ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളായിരിക്കും, ചിലപ്പോൾ സ്വത്തായിരിക്കും, ചിലപ്പോൾ ബിസിനസ്, വാട്ട് എവർ ഇറ്റ് ഇസ്. ദൈവം ആഗ്രഹിക്കുന്ന എന്ത് ആണെങ്കിലും അത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരിക്കണം. പിന്നെ 8ാമത്തെ വചനം പറയുന്നത്, and after he had appeared in human form he abased and humbled himself still further. അത് മാത്രമല്ല, ഇവിടെ അന്നത്തെ ഹെറോഡിയാസിന്റെ കൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നു, അല്ലെ? അല്ലെങ്കിൽ റോമൻ എവിടെയെങ്കിലും വലിയ കൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നു. അതൊന്നുമല്ല, ഒരു തീരുമാനമെടുത്തു, ഞാൻ മനുഷ്യനായിട്ട് ജനിക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനമെടുത്തിട്ടും അത് ഏറ്റവും താഴ്മയുള്ള ഒരു അവസ്ഥയിലാണ് യേശു ക്രിസ്തു ജനിച്ചത്. അവിടെ ഒരു 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 എന്നാ പറയുന്നത്, ഒരു വീട് പോലും ഇല്ലായിരുന്നു. നമുക്കറിയാം, കന്നുകാലിക്കൂട്ടിലാണ് യേശു ക്രിസ്തു ജനിച്ചത്. അതുകൊണ്ട് പറയുന്നത്, ആൻഡ് ഹി അപ്പിയർഡ് ഇൻ ഹ്യൂമൻ ഫോം ഹി അബേസ്ഡ് ആൻഡ് ഹംബിൾഡ് ഹിംസെൽഫ് സ്റ്റിൽ ഫർദർ. അത് കഴിഞ്ഞിട്ട് എന്താണ്? ആൻഡ് ക്യാരിഡ് ഹിസ് ഒബീഡിയൻസ് ടു ദി എക്സ്ട്രീം. ക്യാരിഡ് ഹിസ് ഒബീഡിയൻസ്, അങ്ങ് അവസാനം വരെ അനുസരണ കൊണ്ടു. ഏതാണത്? ഒരു മരണം, അതും ഒരു കുരിശു മരണം. നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു കുറച്ചല്ല ചെയ്തത്, ചെയ്യേണ്ടതിന്റെ അങ്ങേയറ്റം രക്തം ചിന്തിയത് കുറച്ചല്ല, അവസാനത്തെ തുള്ളി വരെ. That was total obedience. ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ അതെന്താണ്? പിതാവായ ദൈവത്തിന്റെ ഹിതമായിരുന്നു യേശു ക്രിസ്തുവിന്റെ പ്രയോറിറ്റി. ടോട്ടൽ ഏറ്റവും പ്രധാന സ്ഥാനമുണ്ടായിരുന്നത് പിതാവായ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കണം, ചെയ്യണം. ഇവിടെ ഇന്ന് നമ്മളുടെയും ടോപ്പ് പ്രയോറിറ്റി ദൈവത്തിന്റെ ഹിതം എൻ്റെ ജീവിതത്തിലായിരിക്കണം. അത് നിറവേറുന്നതിന് വേണ്ടി വേണം നമ്മൾ ജീവിക്കുവാൻ വേണ്ടി. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ഒരേ മനസ്സുള്ളപ്പോൾ എനിക്ക് ഒരു ദൈവത്തിന് ഒരു വെളിപാട് കിട്ടും. ഞാൻ എവിടെയാണ് ബിലോങ് ചെയ്യുന്നത്, ഞാൻ എവിടെ നിന്നുള്ളവനാണ്, ഞാൻ എങ്ങോട്ട് പോകേണ്ടവനാണ്, ഞാൻ ആരുടേതാണ് എന്നുള്ള ഒരു ഐഡന്റിറ്റി ക്രൈസിസിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരുവാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. ഞാൻ ഇവിടെ നിൽക്കേണ്ടവനല്ല, ഞാൻ ദൈവത്തിന്റെ ഒരു അംബാസഡറാണ്, ഒരു സ്ഥാനപതിയാണ്, ദൈവത്തിന്റെ ഒരു സ്ഥാനപതിയാണ്. ഞാൻ ഈ ലോകത്തിലെ വ്യക്തിയല്ല. ഈ ലോകത്തിൽ നിന്ന് ഇവിടെ മരിച്ച് ഇവിടെ അവസാനിക്കേണ്ടതല്ല എൻ്റെ ജീവിതം. അതിനുപരി ഞാൻ ഇവിടെ ഒരു താൽക്കാലികമായ ഒരു ടൈം, ഒരു കുറച്ച് സമയത്തിന് വേണ്ടി മാത്രമേ ഞാൻ ഇവിടെ ഉള്ളൂ. എൻ്റെ ശാശ്വതമായതെല്ലാം യേശു ക്രിസ്തുവിന്റെ കൂടെ ആ സ്വർഗത്തിലാണ് എന്നുള്ള എനിക്കൊരു അറിവ് കിട്ടുകയാണ്. എ നോളജ് ഓഫ് ഹൂ ഐ ആം and where I should belong to എന്നുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് ഫിലിപ്പിയർക്ക് 3-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം പറയുന്നത്, Brethren, I do not count myself to have apprehended or laid off it, but one thing I do, forgetting those things that are behind and reaching forward to those things that are ahead. അപ്പോൾ ഞാൻ മുറുകെ പിടിക്കുന്നത് മുന്നിലുള്ള കാര്യങ്ങളെയാണ്, പുറകിലുള്ളതല്ല. ഒന്ന് വായിക്കുക ബ്രദറെ. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. അപ്പം നമ്മുടെ മുന്നിലുള്ളത് ആരാണ്? യേശു ക്രിസ്തുവാണ്, അല്ലേ? അതാണ് ഹീബ്രൂസ് 12-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം പറയുന്നത്, ലുക്കിംഗ് അൺ ടു ജീസസ് ദി ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത്, അല്ലേ? അപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്നത് യേശുവാണ്. എൻ്റെ പിന്നിൽ എൻ്റെ പാപവും എൻ്റെ രോഗവും എൻ്റെ ശാപവും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ യേശു ക്രിസ്തു ആ കുരിശിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഐ ആം ടോട്ടലി ഹീൽഡ്, റിസ്റ്റോർഡ് ആൻഡ് ബ്ലെസ്ഡ് ബൈ ഗോഡ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് കാണുന്നത് ആ സ്വർഗരാജ്യമാണ്. യേശു ക്രിസ്തുവിനെയാണ് ഞാൻ മുന്നോട്ട് കാണുന്നത്. പലവരും അവരുടെ പഴയ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സംഭവിക്കുന്നതാണ് ലോട്ടിന്റെ ഭാര്യയെ പോലെ നമ്മൾ ഉപ്പുതൂണായി പോകും. സോ ഇവിടെ പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, I do forgetting those things that are behind and reaching forward to those things that are ahead. എന്നിട്ട് എന്താ പറയുന്നത്? അങ്ങനെ പയ്യെ നടക്കുകയല്ല. I press toward the goal for the prize of the upward call of God in Christ Jesus. ആ ദൈവത്തിന്റെ എന്നോടുള്ള വിളി ഒന്ന് വായിക്കാവോ ബ്രദറെ? 14 ഫിലിപ്പിയൻ 3:14. ഫിലിപ്പിയർക്കുള്ള ലേഖനം 3:14. യേശുക്രിസ്തുവിലൂടെ ഉന്നതിയിലേക്കുള്ള ദൈവത്തിന്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. അവിടെ പറയാണ് ഒരു സമ്മാനമാണ്, അല്ലെ? ദൈവത്തിന്റെ വിളി ഒരു സമ്മാനമാണ്. നമ്മൾ ദൈവം മനസ്സിലാക്കണം, ദൈവം സമ്മാനം തരുന്നവനാണ്. പിന്നെ 15-ാമത്തെ വചനം ഒന്ന് വായിക്കാം. Therefore let us, നമ്മുടെ പൂർണ്ണത പ്രാപിച്ചവർ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ.
ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നമായി ചിന്തിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് അത് വ്യക്തമാക്കി തരും. അപ്പോൾ മനസ്സിലാക്കണം, അവിടെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വചനത്തിന്റെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ തീർച്ചയായിട്ടും ആത്മാവ് നമ്മളെ ആ ദൈവത്തിന്റെ സത്യം മനസ്സിലാക്കി തരും. കാരണം യോഹന്നാന്റെ ലേഖനത്തിൽ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എവരി വൺ ഷാൽ ബി ടോട്ട് ബൈ ഗോഡ് എന്നാണ് പറയുന്നത്. 16-ാമത്തെ വചനം ഒന്ന് വായിക്കോ. നെവർദലെസ്, എന്നാൽ നേടിയെന്നതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാവണം നമ്മുടെ പ്രവർത്തനം. സഹോദരരെ, നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുവിൻ. സഹോദരരെ, നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുവിൻ. ഞങ്ങളുടെ മാതൃകയനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടുപിടിക്കുവിൻ. പിന്നെ ദൈവത്തിന്റെ വചനം നമുക്കൊന്ന് പെട്ടെന്ന് ഇംഗ്ലീഷിൽ വായിക്കാം. 18-ാമത്തെ വചനം പറയുന്നത്, ഫോർ മെനി വാക്ക് ഓഫ് ഹൂം ഐ ഹാവ് ടോൾഡ് യു ഓഫൻ ആൻഡ് നൗ ടെൽ യു ഈവൻ വീപ്പിംഗ് that they are the enemies of the cross of Christ. ഇത് നടക്കുന്ന വളരെ വ്യക്തികളുണ്ട്. ദൈവത്തിന് യോഹന്നാന്റെ ലെറ്റേഴ്സിൽ ഒരിടത്ത് പറയുന്നുണ്ട്, യു റാൻ വെൽ ബട്ട് ഹൂ ഹിൻഡേർഡ് യു ഫ്രം ദ ട്രൂത്ത്. നിങ്ങൾ ഓടി, നന്നായിട്ട് ഓടി, പക്ഷെ സത്യത്തിൽ നിന്ന് ആരാ നിങ്ങളെ മാറ്റി വെച്ചതെന്നുള്ളത്. സോ പലപ്പോഴും ദർ ഇസ് എ വാക്ക്, പക്ഷേ ആ വാക്ക് ദൈവത്തിലേക്ക് ആയിരിക്കുന്നില്ല. അതിനുപരി ആ വാക്കിൽ സംഭവിക്കുന്നത് നമ്മൾ ആ യേശുവിന്റെ കുരിശിന് അവർ എതിരാളികളാകുകയാണ്. They are becoming enemies of the cross of Christ. പിന്നെ whose end is destruction, whose God is their belly, and whose glory is in their shame, who set their minds on earthly things. ഈ കാണലായിട്ടുള്ള ഈ ജഡിക മനുഷ്യന് ആ നാശത്തിലേക്ക് പോവുകയുള്ളൂ. പിന്നെ പറയുന്നുണ്ട്, 19-ാമത്തെ വചനം പറയുന്നുണ്ട്, for our citizenship is in heaven, from which we also eagerly wait for the Savior, the Lord Jesus Christ. ഇവിടെ സ്വർഗരാജ്യത്തിലെ പൗരന്മാരാരൊക്കെയുണ്ട്? സ്വർഗരാജ്യത്തിലെ പൗരന്മാരാരൊക്കെയുണ്ട്? ദൈവത്തിന്റെ വചനം പറയുന്നത്, വി ഹാവ് ബിക്കം ദ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. എഫീഷ്യൻസ് 2-ാമത്തെ അധ്യായം 19-ാമത്തെ വചനം പറയുന്നത്, വി ഹാവ് ബിക്കം ദ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ഐ എം എ സിറ്റിസൺ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. പിന്നെ ടൈറ്റസ് 2-ാമത്തെ അധ്യായം 11, 12, 13. ഞാൻ ഇംഗ്ലീഷിൽ പെട്ടെന്ന് വായിക്കാം, എല്ലാവർക്കും ഇംഗ്ലീഷ്. ഫോർ ദി ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് ബ്രിങ് സാൽവേഷൻ ഹാസ് അപ്പിയർഡ് ടു ഓൾ മെൻ. അപ്പോൾ വചനം പറയുന്നത്, ദൈവത്തിന്റെ കൃപ, രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ കൃപ എല്ലാ മനുഷ്യർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. അല്ലാതെ അത് ചിലവരുടെ മാത്രം ഒരു കുത്തകമല്ല. ഇറ്റ് ഇസ് നോട്ട് ഒരു ചില വിഭാഗം ആൾക്കാരുടേത് മാത്രമല്ല രക്ഷ. പക്ഷെ യേശു ക്രിസ്തുവിലുള്ള രക്ഷ എല്ലാവർക്കും ദൈവം ദാനമായിട്ട് തരുന്നതാണ്. ടീച്ചിങ് in that denying ungodliness and worldly lusts we should live soberly, righteously and godly in the present age. ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ വിശുദ്ധരായി ജീവിക്കണം. കാരണം ഓരോരുത്തരും ദൈവത്തിന്റെ വചനം പറയുന്നത്, ബി ഹോളി ഫോർ ഐ എം ഹോളി. അപ്പോൾ ദൈവത്തിന്റെ മനസ്സുള്ളവൻ ദൈവത്തെ പോലെ ആയിരിക്കും പ്രവർത്തിക്കുക. പിന്നെ പറയുന്നുണ്ട്, ലുക്കിംഗ് ഫോർ ദ ബ്ലെസ്ഡ് ഹോപ്പ് ആൻഡ് ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് അവർ ഗ്രേറ്റ് ഗോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു രണ്ടാമത് വരുമെന്ന് വിശ്വസിക്കാൻ ആരൊക്കെയുണ്ട്? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ വരവിന് സമയമായി. 1 കൊരിന്ത്യർ 16-ാമത്തെ അധ്യായം 22-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇഫ് എനിവൺ ഡസ് നോട്ട്, അതൊന്ന് വായിക്കണം, ഇഫ് എനിവൺ ഡസ് നോട്ട് ലവ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ലെറ്റ് ഹിം ബി അക്വേഴ്സ്ഡ്. എന്നാ പറയുന്നത്, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണെന്നാ പറയുന്നത്. then it says, oh lord come, come lord come. വായിക്കാവോ? 1 Corinthians 16:22. ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. കാരണം എന്താണ്? യേശു ക്രിസ്തു അവന് വേണ്ടിയാ മരിച്ചത്. നേരത്തെ നമ്മൾ വായിച്ചു കേട്ടല്ലോ, they become the enemies of the cross of Christ. അപ്പൊ യേശു ക്രിസ്തുവിനെ നിഷേധിച്ച് യേശു ക്രിസ്തുവിനെ വചനം അനുസരിക്കാതെ ജീവിക്കുന്നവൻ ആ കുരിശിനെയാണ് നിഷേധിക്കുന്നത്. he has become an enemy of the cross of Christ. രക്ഷ ആ കുരിശിൻ വഴിയാണെങ്കിൽ ആ കുരിശിനെ നിഷേധിക്കുന്നവന് രക്ഷ കിട്ടുകയില്ല. രക്ഷ കിട്ടാത്തവൻ is accursed. പിന്നെ പറയാണ്, ഓ ലോർഡ് കം, മരണമേ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം എന്താണ്? അവന്റെ ആഗമനത്തെ നോക്കി നിൽക്കുന്നവരാണ് ആ ദൈവത്തിന്റെ യഥാർത്ഥ സന്തോഷത്തിലും ആനന്ദത്തിലും പ്രവേശിച്ചവർ. ആ ദൈവമായിട്ടൊരു ബന്ധമുള്ളവൻ എപ്പോഴും ആ ദൈവത്തിന്റെ ആഗമനത്തെ കാത്തു നിൽക്കും. അതുകൊണ്ടാണ് 2 തിമോത്തി 4-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഐ ഹാവ് ഫോട്ട് എ ഗുഡ് ഫൈറ്റ്, ഐ ഹാവ് ഫിനിഷ്ഡ് ദ റേസ് ആൻഡ് ഐ ഹാവ് കെപ്റ്റ് ദ ഫെയ്ത്ത്. അത് കഴിഞ്ഞിട്ട് അതെല്ലാം സംഭവിച്ചു, ഞാൻ നന്നായിട്ട് പൊരുതി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. അത് കാത്തു കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? തീർച്ചയായിട്ടും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്,
എന്താണ്? ഹെബ്രായർക്കുള്ള ലേഖനം 11-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഈസ് എ റിവാർഡർ ഓഫ് ദോസ് ഹു ഡിലിജന്റ്ലി സീക്ക് ഹിം. അല്ലേ? അവൻ ഈസ് എ റിവാർഡർ. ഹീസ് എ ഹല്ലേലൂയ, ഹീസ് എ റിവാർഡർ. എന്ത് റിവാർഡാണ്? 2 തിമോത്തി 4-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം പറയുന്നത്, ഫൈനലി there is laid up for me a crown of righteousness, which the Lord the righteous judge will give to me on that day, and not only to me but also to all who have loved his appearing. ഒന്ന് വായിക്കാവോ ബ്രദറെ? തിമോത്തി 7:4-8, 2:4-7-8. ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്കും സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ ആഗമനത്തെ സ്നേഹപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. കാരണം യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ ആയിരിക്കുന്നിടത്ത് നമ്മളുമാകുവാൻ അവൻ തിരികെ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. How many believe that he is going to come and take you with him? Hallelujah. Hallelujah. കാരണം അവൻ പ്രതിഫലം തരുന്ന ദൈവമാണ്. ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? അവൻ പ്രതിഫലം തരുന്ന ദൈവമാണ്. ഒന്ന് വായിക്കോ ബ്രദറെ, ഹീബ്രൂസ് 11:6. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ചിലർ വിചാരിക്കും രക്ഷ എന്ന് പറയുന്നത് ഇവിടെ കുറേയൊക്കെ നല്ലൊരു ജീവിതമൊക്കെ നയിച്ച് കുറെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് രക്ഷയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, രക്ഷ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ ഉള്ളൂ. അവനിൽ വിശ്വസിക്കുന്നവരെ കൊണ്ടുപോകുവാനാണ് അവൻ വരുന്നത്. കാരണം അവൻ വരുന്നത്, ഞാൻ ആയിരിക്കുന്നതോടെ നിങ്ങളുമാകുവാൻ ഞാൻ തിരികെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അത് ആരെയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നതെന്ന് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഹീബ്രൂസ് 11:6. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. It is impossible to please God without faith. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ആമേൻ. പറയുന്നത്, without faith it is impossible to please God, and those who come to God must believe that he is, and that he is a rewarder of those who diligently seek him. അപ്പോൾ നമുക്കുള്ള റിവാർഡ് എന്താണ്? The crown of righteousness. ആ റിവാർഡ് എപ്പോഴാണ് കിട്ടുക? You must diligently seek him. You must diligently seek him. നമ്മൾ അവനെ സ്നേഹിക്കണോ? തീർച്ചയായിട്ടും അവനെ സ്നേഹിക്കണം. സ്നേഹിക്കുന്നവന്റെ സ്വഭാവം എന്താണ്? അനുസരണ. അവൻ എന്ത് ചെയ്യും? ദൈവത്തിന്റെ വചനം അനുസരിക്കും. കാരണം യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇഫ് യു ലവ് മീ യു വിൽ കീപ് മൈ കമാൻഡ്മെന്റ്സ്. അപ്പോൾ ദൈവത്തിന്റെ വചനം അനുസരിക്കണം. അപ്പോൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. പക്ഷെ ആ ദൈവത്തെ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നിഷേധിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവം നമ്മളെയും പിതാവായ ദൈവത്തിന്റെ ന്യായസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഹി വിൽ സേ, ഐ ഡു നോട്ട് നോ ഹിം. അതേസമയത്ത് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ ദൈവം പറയും, വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവന്റ്, യു ഹാവ് ബീൻ ഫെയ്ത്ത്ഫുൾ ഇൻ ലിറ്റിൽ തിങ്സ് ആൻഡ് യു വിൽ ബി എൻട്രസ്റ്റഡ് ഗ്രേറ്റർ തിങ്സ്. എൻറ്റർ ഇൻടു ദ ജോയ് ഓഫ് ദ ലോർഡ്. ആർക്കൊക്കെ ഇഷ്ടമുണ്ട് ദൈവത്തിന്റെ ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ? പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ പ്രവേശിക്കണം. കാരണം എന്താണ്? ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്തോഷവും ആനന്ദവും സമാധാനവും നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കുവാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഇസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലിവിംഗ് ഗോഡ്. ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഇസ് ലവ്, ജോയ്, പീസ്. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തെ സ്നേഹിക്കുന്നത് നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, മനസ്സിൽ ഒരു തീരുമാനമെടുത്താൽ പോരാ, നമ്മുടെ പ്രവൃത്തിയിൽ അത് കാണണം. യു മസ്റ്റ് ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം അനുസരിച്ച് വേണം ജീവിക്കുവാനായിട്ട്. ദൈവത്തിന്റെ വചനമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ. അങ്ങനെയുള്ള ഫൗണ്ടേഷനെ കുറിച്ചാണ്, അങ്ങനെയുള്ള ഫൗണ്ടേഷനിൽ പണിത ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. മഴ വരും, കാറ്റ് വരും, ഓളങ്ങളടിക്കും, എങ്കിലും ആ വീട് അവിടെ നിൽക്കും. Because it is founded on the foundation of the word of God. The unchangeable covenant of God. Yes. അല്ലാതെ മനുഷ്യനുണ്ടാക്കിയ കെട്ടുകഥയോ മനുഷ്യനുണ്ടാക്കിയ നിയമമോ പാരമ്പര്യമോ ആചാരമോ അനുഷ്ഠാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്റെ വിശ്വാസം യേശു ക്രിസ്തുവിന്റെ വചനത്തിലാണ്. ആ വചനത്തിന് മാത്രമേ എന്നെ രക്ഷയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ, I am not ashamed of the gospel of Christ because it is the power of God unto salvation. ആ യേശുവിന്റെ ഗോസ്പൽ, ആ സ്ക്രിപ്ചറിന് മാത്രമേ എന്നെ രക്ഷയിലേക്ക് നയിക്കുവാൻ പറ്റുകയുള്ളൂ.
ഒരു വ്യക്തിക്കും നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കാൻ പറ്റുകയില്ല. ഒരു സഭയ്ക്കും നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കാൻ പറ്റുകയില്ല. ഒരു പാസ്റ്ററും നിങ്ങളെ രക്ഷയ്ക്ക് നയിക്കാൻ പറ്റുകയില്ല. പക്ഷേ രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അവന്റെ പേരാണ് യേശു ക്രിസ്തു. ആ ക്രിസ്തുവിനെ നിങ്ങൾ എന്ന് സ്വന്തമാക്കുന്നു, നിങ്ങൾ രക്ഷയെ സ്വന്തമാക്കുകയാണ്. അതാണ് യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നത്, he who has the son of God has life, he who does not have the son of God does not have life. ദൈവപുത്രനെ സ്വന്തമാക്കിയവന് ജീവനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല എന്ന് പറഞ്ഞു.